ഓക്കെ, ശ്രീ നിജേഷ് അരവിന്ദ്, ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും അധികം വ്യാജങ്ങൾക്കിരയാകുന്ന സ്ഥാനാർത്ഥിയാണ് കെ ശൈലജ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ ആളുകളും പരിശോധിക്കേണ്ടേ? ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ലൈംഗികാധിക്ഷേപം, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയുള്ള വ്യക്തി അധിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നോക്കൂ, ഞങ്ങൾക്ക് മാതൃഭൂമിക്ക് തന്നെ ഒരു കാർഡ് ഇറക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. മാതൃഭൂമിയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന ഈ വാർത്തകൾ വ്യാജം. എന്തായിരുന്നു വാർത്ത എന്നറിയാമോ? ലവ് ജിഹാദ് ഉണ്ട് കെ ശൈലജ. ധാരാളം മുസ്ലിം പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ലവ് ജിഹാദിൽ പെട്ട് പോയിട്ടുണ്ട് എന്ന് കെ ശൈലജ പറഞ്ഞതായിട്ടുള്ള ഒരു വ്യാജമായ കാര്യം മാതൃഭൂമിയുടെ കാർഡ് ഇട്ടിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഇതുപോലെ പലതരത്തിലുള്ള വ്യാജങ്ങൾ, നേരത്തെ ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഒരു ക്ലിപ്പ് മാത്രം കട്ട് ചെയ്ത്, ഇങ്ങനെ വ്യാജങ്ങളുടെ ഒരു പ്രളയം ഉണ്ടാക്കിയിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി ഈ നിലയ്ക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഗൗരവതരമായ ഒരു വിഷയമല്ല. അവരൊരു മനുഷ്യ സ്ത്രീ കൂടിയാണല്ലോ, 68 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഒരാൾക്ക് ഇതൊക്കെ ഇങ്ങനെ ഇത്രയധികം വ്യാജങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടെങ്കിലും പരിഗണിക്കേണ്ടതല്ലേ? ഇത് മനുഷ്യർ തമ്മിൽ മത്സരിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയല്ലേ? ഏതായാലും ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന ഒരു സന്തോഷം അഭിലാഷിൻ്റെ ചർച്ചയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അഭിലാഷെ, വടകരയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ഈ തരം ഏർപ്പാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്കിങ്ങനെയുള്ള ഏർപ്പാട് ചെയ്ത് ശീലവുമില്ല. ഒരു ചരിത്രത്തിലും ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി കോൺഗ്രസ് ഈ പരിപാടിക്ക് പോയിട്ടില്ല, പോകേണ്ട കാര്യവുമില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, അരുൺകുമാറിൻ്റെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടാൽ ഒരു ദിവസം കൊണ്ട് സസ്പെൻഡ് ചെയ്യുന്ന കേരളത്തിനകത്ത് ആർജവമുള്ള ഒരു ഭരണ സംവിധാനമുണ്ട് എങ്കിൽ ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? അവരെ കണ്ടെത്ത്. അരുൺകുമാർ തന്നെ അതിനിടയ്ക്ക് മുൻകൂർ ജാമ്യം എടുത്തല്ലോ. ഇത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട്. ഒരു ബുദ്ധിമുട്ടുള്ള അരുൺകുമാറെ, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ 18ാമത്തെ അടവ് കഴിഞ്ഞു, അവസാനം 19ാമത്തെ അടവ് വടകരയിലെടുത്തു ബോംബ്. അതും ഏശാതെ വന്നപ്പോൾ 20ാമത്തെ അടവാണ് ഇത്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. വടകരയിൽ കൂടി പോയാൽ, അഭിലാഷ് പോയതാണല്ലോ, ഞാൻ സ്ഥിരമായി വടകരയിൽ പോകുന്ന ആളാണ്. വടകരയിൽ പോയാൽ അറിയാം, അവിടെ ഒരു ചർച്ചയ്ക്ക് പോയാലുള്ള അവസ്ഥ. അഭിലാഷ് വളരെ കൃത്യമായിട്ടല്ലോ, അഭിലാഷ് ചർച്ചയുമായി പോയല്ലോ. ആരാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുകൾ? എന്താണ് അവിടെ ചർച്ചയ്ക്ക് വരുന്ന ആളുകളുടെ സ്വഭാവം? അഭിലാഷ് ഒന്ന് വെറുതെ ഒന്ന് നോക്ക്. ചർച്ച തുടങ്ങുന്നത് മുതൽ അധിക്ഷേപം. ആരാ ഉന്നയിക്കാറ് അധിക്ഷേപം? ഞങ്ങളാ അധിക്ഷേപം. ബസ് സ്റ്റാൻഡിനകത്ത് ഒരു ചർച്ചയ്ക്ക് പോയാൽ 10 തവണ തെറിവിളിയാ. ആരാ തെറി വിളിക്കുന്നത്? ഞങ്ങളാ തെറി വിളിക്കുന്നത്. അറിയപ്പെടുന്ന അവിടുത്തെ CPM-ന്റെ ആളുകൾ, അവരുടെ ആംഗ്യ ഭാഷ, ഇതൊക്കെ അന്വേഷിക്കേ. ആരാണ് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പോയ ചർച്ചയാ. അഭിലാഷെ കണ്ടോ? അറിയപ്പെടുന്ന CPM-കാരനാ, അറിയപ്പെടുന്ന CPM. അവന്റെ കൈ വാങ്ങി നോക്കിയ അരുൺകുമാറെ നോക്ക്. വടകര ബസ് സ്റ്റാൻഡിൽ പോയി എപ്പോഴും കാണുന്ന CPM-കാരനാ. ഇയാളുടെ ആംഗ്യം നോക്ക്. ചർച്ച തുടങ്ങുന്ന സമയത്ത് എന്നോട് കാണിച്ച ആംഗ്യ. ഇത് എടുത്തു വെച്ചോ. അതുകൊണ്ട് വടകരയിലെ ഏർപ്പാട് നിങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവിന്റെ പിറകെ പോകാൻ ഞങ്ങൾ തയ്യാറല്ല. വടകരയുടെ ഏത് ഗ്രാമത്തിൽ പോയാലും ഷാഫി പറമ്പിൽ കിട്ടിയ സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഏർപ്പാടുമായിട്ട് വരണ്ട. കൃത്യമായി പറയാം, അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്താൻ പോകുന്നത് ഇത് ഉണ്ടാക്കിയ ആളുകളിലേക്കാണ്, ഈ ഒരു തിരക്കഥ ഉണ്ടാക്കിയ ആളുകളിലേക്കാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അനുഭവിച്ചതാ കോഴിക്കോട്ടെ അഭിലാഷേ. കോഴിക്കോട് MP രാഘവേട്ടനെതിരെ കള്ളൻ രാഘവൻ എന്ന് പറയാത്ത CPM-ന്റെ ഏതെങ്കിലും പ്രൊഫൈൽ ഉണ്ടോ? അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചയ്ക്ക് വന്ന് രാഘവൻ കള്ളനാണ് എന്ന് പറഞ്ഞു. അന്നുണ്ടാക്കിയ FIR ഇട്ടു. എവിടെ പോയി FIR? പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കോഴിക്കോട് MP MK രാഘവനെതിരെ FIR ഇട്ട് പ്രചരിപ്പിച്ച് നിങ്ങളുടെ പ്രൊഫൈലിൽ മുഴുവൻ കള്ളനാണ് രാഘവൻ എന്ന് പറഞ്ഞു. 86,000 വോട്ടിന് തോറ്റു തുന്നം പാടിയ ശേഷം നിങ്ങൾ ഒരിക്കലെങ്കിലും ആ FIR-നെ പറ്റി പറഞ്ഞു, ആ കേസിനെ പറ്റി പറഞ്ഞു? എവിടെ പോയി കേസ്? 5 കൊല്ലം നിങ്ങൾ മിണ്ടിയിട്ടില്ലല്ലോ. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും. എന്റെ അരുൺകുമാറെ, ഇതല്ല. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിനകത്ത് ഒരു രോഗി നിങ്ങളുടെ ഭരണകാലത്ത് പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥർ വെച്ചിട്ട്. ആ പീഡിപ്പിച്ച ആ രോഗിക്ക് വേണ്ടി സംസാരിച്ച ആളെ പുറത്താക്കിയിരുന്നു, അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അവർ വീണ്ടും സമരം ചെയ്ത സമയത്ത് അവരെ പുറത്തിരുത്തിയിരുന്നു. ഒരു ദിവസം നിങ്ങൾ ഈ പറയുന്ന വൈകാരിക തല ഒന്നും കണ്ടില്ലല്ലോ. പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ ഒപ്പം നിന്ന സ്ത്രീയെ ഈ സർക്കാർ സ്ഥലം മാറ്റിയ സമയത്ത് നിങ്ങളുടെ വൈകാരിക അഭിലാഷേ പരസ്പരം റദ്ദാക്കി കളയൽ. ഈ വിഷയം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏർപ്പാടില്ല? നിങ്ങളുടെ ആളുകളും അധിക്ഷേപത്തിന് വെല്ലുവിളിക്കുന്നു. അഭിലാഷ് കേട്ടോ, മാതൃഭൂമിയുടെ പേരിൽ വ്യാജ കാർഡ് ഉണ്ടാക്കിയത് ഞങ്ങളാണെങ്കിൽ അഭിലാഷെ വെല്ലുവിളിക്കുന്നു. മാതൃഭൂമി ചാനലിനകത്ത് കാർഡ് ഉണ്ടാക്കിയത് ഞങ്ങളാണെന്നല്ലോ. ഞങ്ങളത് തെളിയിക്കാൻ മാതൃഭൂമി വിളിക്കുന്നു. കോൺഗ്രസ് ആണ് നിങ്ങൾ പറയാം. ഞങ്ങൾ പരസ്യമായി ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അല്ല, അതിന്റെ ക്രിയേറ്റേഴ്സിനെ കണ്ടെത്തണം.
അല്ല ഞങ്ങൾക്ക് നേരെ പറയണ്ട, ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഏർപ്പാടില്ല, ഞങ്ങളുടെ പരിപാടിക്കില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. ഈ കാർഡ് ഇപ്പോ ശൈലജ ടീച്ചർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഇവിടെ സംഭവിക്കുന്നത് എന്താ? ചില ആളുകൾ ഇത് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്തൊക്കെ ഇപ്പൊ ഈ വിഷയം അവിടെ വലിയ പരാതിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴല്ലേ, ഇത് കുറച്ചു ദിവസം മുമ്പത്തെ കാര്യമാണ്. ഇപ്പൊ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ശൈലജ ടീച്ചർ പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, വിശേഷിച്ച് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ളതാണ്. ഫേസ്ബുക്കിൽ ഇടാനോ ഇൻസ്റ്റഗ്രാമിൽ ഇടാനോ എന്നുള്ളതല്ല, സ്വന്തം ഐഡിയിൽ വന്ന് ഇടാനുള്ളതല്ല. ഇത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ വിതറി പോകാനുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഈ ലവ് ജിഹാദ് ഉണ്ട് ശൈലജ ടീച്ചർ എന്ന ഒരു സംഗതി അവരുടെ തന്നെ പക്ഷത്ത് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അത് കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ ആ ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു കാർഡാണ്. എന്താ ആ കാർഡിന്റെ ഉദ്ദേശം? ആ കാർഡിന്റെ ഉദ്ദേശം ഈ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു അനിമോസിറ്റി വളർത്തൽ എന്നുള്ളതാണ്. അത് ആര് ചെയ്തു എന്നിപ്പോൾ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു കാർഡ് പ്രചരിപ്പിച്ചിരുന്നു. ഇത് ഒരു ഇലക്ഷൻ ഫീൽഡിൽ നടക്കാൻ പാടില്ലാത്താണല്ലോ. ഇനി നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ, അത് ഏത് സ്ഥാനാർത്ഥി ആവട്ടെ, എം കെ രാഘവനാവട്ടെ അല്ലെങ്കിൽ ആരാവട്ടെ, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇതൊക്കെ നാളെ ആർക്കും സംഭവിക്കാവുന്ന കാര്യമല്ലേ രജേഷ്? ആർക്കും സംഭവിക്കാം. അപ്പോൾ നമ്മുടെ ജനാധിപത്യ രംഗം ഇതുപോലെ മലീമസമാകരുത്. അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചത് കൊണ്ട് പരിഹാരമാവില്ല. അഭിലാഷിനെതിരെ ഒരാൾ പോസ്റ്റ് ഇടുന്നു. ഞാൻ ലളിതമായി പറയുന്നു, അഭിലാഷ് നിൽക്കുന്ന ജുറിസ്ഡിക്ഷനിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ആരാണ് നടപടി എടുക്കേണ്ടത്? ഇത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഫാമിലി ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇടുന്നു. എന്റെ ഐഡിയിൽ നിന്നാണ് ഇട്ടതെങ്കിൽ, ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണല്ലോ ഗ്രൂപ്പ്, ഫാമിലിക്കകത്തുള്ള 10, 60 അല്ലെങ്കിൽ 100, 150 പേരുള്ള ഗ്രൂപ്പ്. അതിനകത്ത് പോസ്റ്റ് ഇട്ട ആളെ കണ്ടുപിടിക്കാൻ അങ്ങ് ന്യൂയോർക്ക് വരെ പോകണ്ടല്ലോ. അയാളുടെ അന്വേഷിക്കണം, അയാളുടെ ഫോൺ ചേസ് ചെയ്യണം. നമ്മൾക്കറിയാമല്ലോ, IKG സെന്ററിലേക്ക് ഒരു ബോംബ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ദിവസം ഓടി നടന്നിട്ടുണ്ട് ഈ പോലീസ്. അവസാനം അതിന്റെ സാക്ഷിയും പ്രതിയും കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ കേരള പോലീസ് ഒരാളെ പിടിക്കട്ടെന്നേ. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ? ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു ഇത് UDF ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നിട്ടൊരു പുകമറ ഉണ്ടാക്കുന്നു, ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ആക്ഷേപത്തിന്റെ ഉത്തരവാദി ഞങ്ങളാണ് എന്ന തരത്തിലേക്ക് ഒരു ആഖ്യാനം ഉണ്ടാക്കുന്നു. എന്നിട്ട് ചർച്ച ചെയ്യുന്നു. ഞങ്ങൾ അത്തരക്കാരല്ല, ഞങ്ങൾക്ക് ആ പരിപാടിയില്ല, ഞങ്ങൾ അങ്ങനെ പോകുന്ന ആളുകളല്ല. അപ്പൊ നേരത്തെ ശ്രീ KK രമ പറഞ്ഞത് കേട്ടല്ലോ, 12 കൊല്ലമായി ആസ്ഥാന വിധവ എന്ന് വിളിച്ചിട്ട് ഒരു കെട്ട് പരാതി ഒരു MLA പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ട് ഒരു കേസ് എടുത്തോ? അഭിലാഷേ, ഒരു കേസ് എടുത്തോ? ഞാൻ ചോദിക്കും, ഒറ്റ കേസ് എടുത്തോ? ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ക്രിമിനൽ, ഷുഹൈബിനെ വെട്ടിക്കൊന്ന ക്രിമിനൽ മാത്രം പറഞ്ഞ തെറിക്കെതിരെ ഇന്ന് അയാൾ ജയിലിലാണല്ലോ, CPM ആണല്ലോ അടച്ചത്. ഇതേ KK രമയുടെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് അവര് വളരെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ, ഒരു ചാനൽ ചർച്ചയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് അയാൾക്കെതിരെ കേസെടുത്തോ പോലീസ്? അയാൾ ഇന്ന് ജയിലിട്ട് അതിന്റെ പേരിലല്ലല്ലോ. അപ്പൊ ഇത് ചെയ്യുന്നതാരാ? KK രമയ്ക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആ തരത്തിൽ പണ്ട് രമ്യ ഹരിദാസിനെതിരെ പറഞ്ഞ് കുടുങ്ങിയപ്പോൾ രമ്യയ്ക്ക് അനുകൂലമായ ഒരു പൊതുവികാരം ഉണ്ടായത് രമ്യക്കെതിരെയുള്ള സൈബർ ആക്രമണം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ച ഏതോ ചില വിദഗ്ധരോ വിദ്വാൻമാരോ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കുറച്ച് കാര്യം ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് 2 ദിവസം കഴിഞ്ഞ് ചർച്ചയാക്കി കഴിഞ്ഞാൽ ഷാഫിക്കെതിരെ ഒരു വികാരം ഉണ്ടാവും, UDF-നെതിരെ. കാരണം ആ വെട്ടിൽ വീഴാൻ ഞങ്ങളില്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം, നടപടിയെടുക്കാം. ഒരു കമന്റ്, സിംഗിൾ കമന്റ് പോലും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഞങ്ങൾ അത്തരക്കാരല്ല, ഞങ്ങൾ ബോംബ് ഉണ്ടാക്കുന്നവരല്ല, എറിയുന്നവരല്ല, കൊല്ലുന്നവരല്ല, ഞങ്ങളുടെ ഏർപ്പാടും അതല്ല. ശരി, ഓക്കെ.